ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് നമ്മുടെ മുടി നന്നാക്കിയിട്ട് സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കും. കുറേ പേര് പറഞ്ഞ് കേൾക്കുന്നതും നമ്മൾ കാണുന്നതുമാണ്. അത്യാവശ്യം നല്ല മുടിയൊക്കെ ആയിരിക്കും, പക്ഷെ മുടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു ഒതുങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചകിരി പോലത്തെ മുടി എന്നൊക്കെ പറയും, അതുപോലെ ആയിരിക്കും മുടിയുടെ അവസ്ഥ. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് പെട്ടെന്ന് കെട്ടുകൂടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന, എത്ര എണ്ണ തേച്ച് കഴിഞ്ഞാലും ഒതുങ്ങിയിരിക്കാത്ത എപ്പോഴും പാറി പറന്നിട്ടുള്ള മുടിയൊക്കെ ഉള്ളവരുണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ളവർ, മുടിക്ക് വളർച്ച കുറവുള്ളവർ, അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ. നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ മുടിയിലുള്ള അഴുക്കൊക്കെ കളയാൻ ഈ ഒരൊറ്റ ഹെയർ മാസ്ക് മതി. അഴുക്കൊക്കെ കളഞ്ഞ് നമ്മുടെ മുടി നന്നാക്കിയിട്ട് കണ്ടീഷൻ ആക്കിയിട്ട് വെക്കും. എന്നാൽ മുടി കെട്ടുകൂടുകയോ മുടി പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ മുടി ഉള്ളു കുറഞ്ഞിട്ടുള്ളവർക്ക് ഒരൊറ്റ യൂസ് തന്നെ മുടിക്ക് നല്ല ഉള്ളു വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ പ്രത്യേകം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് തന്നെയാണിത്. അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബട്ടർ ഫ്രൂട്ടാണ് കേട്ടോ. അവോക്കാഡോ എന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനാണെങ്കിലും മുടിയിൽ യൂസ് ചെയ്യാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മുടിയിലും മുഖത്തും യൂസ് ചെയ്താൽ ഒരിക്കലും വെറുതെ ആയില്ല. അത്രയധികം റിസൾട്ട്. നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്താൽ പിന്നെയും യൂസ് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കുരു എടുത്ത് കളയാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുക്കാം. ഈ ഒരു ഹെയർ മാസ്കിൽ ബട്ടർ ഫ്രൂട്ടിന് പകരമായിട്ട് ഒന്നും തന്നെ യൂസ് ചെയ്യാനില്ല. ഇത് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമുക്ക് അത്യാവശ്യം മുടിയുള്ള ഒരാൾക്ക് ഇത് മാത്രം മതി കേട്ടോ യൂസ് ചെയ്യാൻ. നന്നായിട്ട് മുടിയുണ്ട്, നല്ല ഉള്ളൊക്കെയുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബട്ടർ ഫ്രൂട്ട് മുഴുവനായിട്ടും തന്നെ എടുക്കുക. ഇനി നിങ്ങളുടേത് വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രം മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടാവും. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈര് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്തപ്പോൾ നല്ല ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റണിങ്ങിനും സ്മൂത്തണിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ക്രീമിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ളത് മുഴുവൻ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, വേറെ ഒന്നും ചേർക്കേണ്ട. ഇനി നിങ്ങൾ ഏതെണ്ണയാണോ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറേശ്ശെ ആയിട്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കിത് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ മുടിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ സ്മൂത്തണിങ് ഒക്കെ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറില്ലല്ലോ, ആ ഒരു രീതിക്കും നിങ്ങൾക്ക് ചെയ്യാം.
നമ്മുടെ തലയോട്ടിയിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് മുടി വളർച്ച നന്നായിട്ട് കൂട്ടും, മുടി കൊഴിയാതിരിക്കാനും മുടി നല്ല കരുത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തലയോട്ടിയിലും മുടിയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇത് തലയിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം കുളിക്കുമ്പോൾ കഴുകി കളയുക. പിന്നെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത്, വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് നമുക്ക് മനസ്സിലാകുക പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മുടി നല്ല ഉള്ളു വെച്ച പോലെ ഉണ്ടാവും, മുടി നല്ല സ്മൂത്തായിട്ട് വരും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ. ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്